വള്ളോപ്പിള്ളി പിതാവ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തലശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിലെ വള്ളോപ്പിള്ളി പിതാവിന്റെ പേരിലുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അമ്മയുടെ കുണുക്കുകൊണ്ടുണ്ടാക്കിയ മോതിരത്തിന്റെ മാതൃക മുതൽ പിതാവ് വെള്ളം കുടിച്ചിരുന്ന കിണർ വരെ മ്യൂസിയത്തിലുണ്ട്. തലശ്ശേരി അതിരൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ പ്രാതസ്മരണീയനായ ഒരു വ്യക്തിത്വത്തെ ഓർക്കാതിരിക്കാൻ നമുക്കാവില്ല. അഭിമന്യ വള്ളോപ്പിള്ളി പിതാവ് 1953 തലശ്ശേരി അതിരൂപത സ്ഥാപിതമായ ആ വർഷം മുതൽ രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട അഭിമന്യ പിതാവ് മലബാറിൻ്റെ മോസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. കുടിയേറ്റത്തിൻ്റെ ഐതിഹാസികമായ വഴികളിൽ മലബാറിൻ്റെ മണ്ണിനെ, മലബാറിൻ്റെ മക്കളെ കൃത്യമായ ദിശാബോധത്തോടെ നയിച്ച് വളരെ വലിയ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച ഒരു യുഗപ്രഭാവനായ വ്യക്തിത്വമായിരുന്നു അഭിമന്യ വള്ളോപ്പിള്ളി പിതാവ്. കേരള ചരിത്രത്തിലും ഒപ്പം തന്നെ സഭയുടെ ചരിത്രത്തിലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു മലബാറിലെ സുറിയാനി കർഷകരുടെ കുടിയേറ്റമെന്ന് പറയുന്നത്. അതിനെ കൃത്യമായ ദിശാബോധത്തോടുകൂടെ നയിക്കുകയും ഒരു ജനതയെ വളർത്തിയെടുക്കുവാനായിട്ട് അത്യധ്വാനവും ചെയ്ത വ്യക്തിത്വമായിരുന്നു അഭിമന്യ വള്ളോപ്പിള്ളി പിതാവിൻ്റേത്. സാമൂഹിക തിന്മകൾക്കെതിരായി പോരാടുന്ന കർമ്മകുശലനായ ഒരു വ്യക്തിത്വം മാത്രമായിരുന്നില്ല. ഈ മലബാറിൻ്റെ മണ്ണിൽ എല്ലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അഭിമന്യ വള്ളോപ്പിള്ളി പിതാവിൻ്റേത്. മദ്യനിരോധന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി സ്വാതന്ത്ര്യ സമര പോരാളികളോടുകൂടെ അധ്വാനിച്ച അഭിമന്യ പിതാവ് മലബാറിൻ്റെ മക്കൾക്ക് വേണ്ടി കക്ഷി അല്ലെങ്കിൽ ജാതി മറന്ന്, ജാതിയോ മതമോ ഒക്കെ മറന്നുകൊണ്ട് എല്ലാ മലമടക്കുകളിലും സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരികമായ ഉന്നതി നേടിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു വള്ളോപ്പിള്ളി പിതാവ്. ഈ പുണ്യപ്രഭാവിൻ്റെ മുമ്പിൽ ഏപ്രിൽ 4 അദ്ദേഹത്തിൻ്റെ മരണദിവസം ഓർമ്മിക്കുമ്പോൾ മലബാറിലെ സർവ്വ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഈ പുണ്യപിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും ഏറ്റവും തീഷ്ണതയോടുകൂടെ ഇവിടുത്തെ മക്കൾ മുന്നേറുവാനുള്ള കൃപ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ പിതാവ് നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് പിതാവിൻ്റെ മ്യൂസിയമായിട്ട് ഇപ്പം രൂപത ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. തക്കാലത്തേക്ക് ഇവിടെയാണ് മ്യൂസിയമായിട്ട് വരുന്നത്. ഇതിനി ചെമ്പന്തൊട്ടിയിലേക്ക് ഇവിടുന്ന് മാറ്റാനുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മ്യൂസിയം കാണാനായിട്ട് നമുക്ക് നോക്കാം. ഇതാണ് വള്ളോപ്പിള്ളി പിതാവിനെ ഇവിടെ മ്യൂസിയത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിതാവ് പണ്ട് ധരിച്ചിരുന്ന പിതാവിൻ്റെ ആ കഴുത്തേലെ ആ മാല അത് തന്നെയാണ്. പിതാവിൻ്റെ കയ്യിലെ മോതിരം അത് അമ്മയുടെ കുണുക്കാണ്, അമ്മയുടെ കുണുക്കായിരുന്നു ഈ മോതിരം. അത് എൻ്റെ അടയാളമായിട്ടാണ് ഈ വിരലിൽ അത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കിണറ്റിൽ നിന്നാണ് വള്ളോപ്പിള്ളി പിതാവ് ദാഹജലം എല്ലാം പിതാവ് ഇതിൽ നിന്നാണ് കുടിച്ചിരുന്നത്. അന്നത്തെ കിണറാണിത്, പിതാവിൻ്റെ കാലത്തെ കിണറാണ്. പിന്നെ പിതാവ് ആദ്യകാലത്ത് ധരിച്ചിരുന്ന പിതാവിൻ്റെ തിരുവസ്ത്രങ്ങൾ, കതറിൻ്റെ ലോക അവസാനം വരെ പിതാവ് കതറായിരുന്നു. രാത്രിയിൽ നൈറ്റിൽ പിതാവ് ഇട്ടിരുന്ന ഷർട്ടാണത്. പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാസയും പീലാസായുമാണിത്. പിതാവ് അന്ന് പിതാക്കന്മാർ കുർബാനയ്ക്ക് കൈ കഴുകുന്ന താലമാണ്. ഇതൊഴിച്ചാണ് പിതാവ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് കൈകൾ കഴുകിക്കൊണ്ടിരുന്നത്. പിതാവ് കുർബാനയ്ക്ക് ബലി അർപ്പിക്കുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീഞ്ഞ് വെള്ളം ഉപയോഗിക്കുന്ന പാത്രമാണിത്. പിതാവിൻ്റെ കയ്യിൽ പിതാവ് അവസാനം കെട്ടിക്കൊണ്ടിരുന്ന വാച്ച്. പിതാവ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന ബെല്ല്, കൂട്ടുമുറിയിലൊക്കെ പിതാവ് ബെല്ലടിക്കുന്നത് ഈ ബെല്ലിലായിരുന്നു. മീറ്റിംഗ് മറ്റൊക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സമയത്തൊക്കെ ബെല്ലടിച്ച ആൾക്കാരെ വിളിക്കുന്നത് ഈ ഒരു വിളിയും ബെല്ലിലായിരുന്നു. പിതാവ് അവസാനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ. പിതാവ് റൂമിലൊക്കെ പോകുന്ന സമയത്ത് വിസ്നാടുകളിലൊക്കെ പോകുമ്പോൾ തലയിൽ വെച്ചുകൊണ്ടിരുന്ന തൊപ്പിയായിരുന്നു ഇത്.
ഇതാണ് പിതാവിൻ്റെ അവസാനത്തെ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി തൊപ്പി വരുന്നതിന് മുമ്പുള്ള തൊപ്പിയാണിത്. അതിന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് വേറെ മൈറ്ററാണ് പിതാക്കന്മാരെല്ലാം ഉപയോഗിക്കുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ലറ്റിൻകാരുടെ മൈറ്ററാണ് പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിതാവിൻ്റെ ചാരുകസേരയാണിത്. ഇതിലാണ് പിതാവ് ചാരി കടന്നുകൊണ്ടിരുന്നത്. 1953 കർദിനാൾ ട്രിസ്റ്റിൻ്റെ തിരുമേനി പിതാവിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന ഹാർമോണിയമാണിത്. പിതാവിനോട് ആദ്യമായ ഒരു ചോദ്യം പിതാവ് ചോദിച്ചത് പിതാവിന് അച്ഛൻ്റെ ഹോബി എന്തായിരുന്നു എന്നുള്ളതായിരുന്നു. അന്നേരം പിതാവിൻ്റെ മറുപടി, എൻ്റെ ഹോബി പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, സമയം കിട്ടുമ്പോൾ ഹാർമോണിയം വായിക്കും, അതായിരുന്നു പിതാവിൻ്റെ ഹോബി എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും പിതാവ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ആ ഹാർമോണിയമാണ് ഇന്ന് ഭദ്രമായിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അരമനയിലായിരുന്നപ്പോൾ ഞങ്ങൾ വാഴും ഒക്കെ നടക്കുന്ന സമയത്ത് അന്ന് പിതാവ് ഹാർമോണിയം വായിക്കും, മറ്റുള്ളവർ പാട്ട് പാടും ഒക്കെ ചെയ്യും. അതിനത് വലിയൊരു വാസനയായിരുന്നു പിതാവിന്, വലിയ താല്പര്യമായിരുന്നു, വലിയ സംഗീതം ആയിരുന്നു പിതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് ചവിട്ട ഹാർമോണിയാണ്. അവസാനമായി പിതാവ് കിടന്നുകൊണ്ടിരുന്ന കട്ടിലാണിത്. ഈ കട്ടിലിലാണ് അവസാനം പിതാവ് കിടന്നത്. ഇവിടെ നിന്നും കൊണ്ടാണ് പിതാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സിമ്പിളായ കട്ടിലാണ്, ഇവിടെ ആഡംബരമായിട്ടൊന്നുമില്ല. ഇത് കുടിയേറ്റ ജനമാണ്. വള്ളപ്പള്ളി പിതാവ് ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്ന ആ രംഗമാണ് ഇത് സൂക്ഷിക്കുന്നത്. കുടിയേറ്റ ജനം അന്ന് കൈമുതലായിട്ട് യാതൊന്നുമില്ല കുടിയേറ്റ ജനതയ്ക്ക്, പിതാവ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ആബാ പിതാവേ എന്ന്, സ്വർഗസ്വനായ പിതാവേ എന്ന് ജനം ഒന്നാകെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു രംഗമാണിത്. പിതാവ് അവസാനം വരെ ധരിച്ചിരുന്ന പിതാവിൻ്റെ റബ്ബർ ചെരുപ്പാണിത്, പള്ളിച്ചെരുപ്പാണ്. ഈ ചെരുപ്പ് തയ്ച്ചിരിക്കുന്നത് തലശ്ശേരിയിലൊരു ചന്ദ്രൻ എന്ന് പറഞ്ഞ ചെരുപ്പ് കുത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലും പിതാവിൻ്റെ കാലും ഒരേ അളവാണ്. അദ്ദേഹം പലപ്പോഴും പറയും, വള്ളപ്പള്ളി തിരുമേനിയുടെ കാലിൻ്റെ അതേ അളവാണ് എൻ്റെ അപ്പം തിരുമേനിയുടെ അളവൊന്നും വേണ്ട, എൻ്റെ കാലിൻ്റെ അളവ് മതി എന്ന് അദ്ദേഹം പലപ്പോഴും പറയും. അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്ന ചെരുപ്പാണിത്, അദ്ദേഹം തയ്ച്ചു കൊടുത്ത ചെരുപ്പാണിത്. ഇതാണ് പിതാവ് അവസാനം വരെ ധരിച്ചിരുന്നത്. പിതാവ് മരിച്ച ശേഷം അദ്ദേഹം നിറകണ്ണുകളോടെ പിതാത്സവ മഞ്ചത്തിങ്കൽ വന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയുണ്ടായി. ചന്ദ്രൻ എന്നാണ് പേര്. അദ്ദേഹം വളരെ പ്രായാധിക്യത്താൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്ന് പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോയാണിത്. ആദ്യമായിട്ടാണ് സീറോ മലബാർ സഭയിൽ നിന്നൊരു മെത്രാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഹാളിൽ പ്രസംഗിക്കാനായിട്ടൊരു അവസരം കിട്ടുന്നത്. 1963 നവംബർ 18 പിതാവ് വത്തിക്കാൻ കൗൺസിലിൽ പിതാവ് പ്രസംഗിക്കുന്നതാണ്. ഇതാണ് കർദിനാൾ ട്രിസ്റ്റിൻ്റെ തിരുമേനി. തലശ്ശേരി രൂപത സ്ഥാപിച്ചത് ഈ കർദിനാളാണ്. അദ്ദേഹം അവസാനം മരണക്കിടക്കയിൽ മരിക്കാറായ സമയത്ത് വള്ളപ്പള്ളി പിതാവ് അദ്ദേഹത്തെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വള്ളപ്പള്ളി പിതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം തലശ്ശേരി രൂപതയുടെ സ്ഥാപനമാണ് എന്ന്. കാരണം ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം നിങ്ങളുടെ സഭയുടെ ചരിത്രം എനിക്കറിയാം. വള്ളപ്പള്ളി പിതാവ് പലപ്പോഴും പറയാറുണ്ട്, ഒരു വിദേശിയായ കർദിനാൾ നമ്മുടെ സഭയെപ്പറ്റി എത്രമാത്രം പഠിച്ചിരുന്നുവെന്ന് വള്ളപ്പള്ളി പിതാവ് പലപ്പോഴും പറയുകയുണ്ടായി. എത്രമാത്രം നമ്മുടെ സഭയെ സ്നേഹിച്ച ഒരു കർദിനാളായിരുന്നു കർദിനാൾ പ്രസിഡൻ്റ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ സഭയെ ഞാൻ സ്നേഹിക്കുന്നു, കാരണം നിങ്ങളുടെ സഭയുടെ ചരിത്രം എനിക്കറിയാം. 1956 ജനുവരി 8 റോമിൽ വെച്ച് നമ്മുടെ വള്ളപ്പള്ളി പിതാവിനെ കർദിനാൾ പ്രസിഡൻ്റ് തിരുമേനി പത്രാഭിഷേകം നടത്തി അഭിഷേകം ചെയ്യുന്നു. പിതാവിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോയാണിത്. പിതാവ് ശമ്മാസനായിരിക്കുന്ന അവസരത്തിൽ എടുത്ത ഫോട്ടോയാണ്. ഇതിനെപ്പറ്റി പറയുന്നത്, അമ്മ കൊടക്കച്ചിറ പള്ളിയിൽ എല്ലാ ദിവസവും പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ വികാരിച്ചൻ അമ്മയോട് പറയുമായിരുന്നു, പേരമേ എല്ലാ ദിവസവും ഇങ്ങനെ പള്ളിയിൽ വരണ്ട, ഞായറാഴ്ച ദിവസം മാത്രം വന്നാൽ മതി എന്ന്. പക്ഷേ ആ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ദേവസ്യാച്ചൻ എന്ന് പട്ടം കിട്ടി വരുന്ന അന്ന് വരെ ഞാൻ മുടങ്ങാതെ എന്നും ഈ പള്ളിയിൽ വരുമെന്ന്. അവസാനം
അച്ഛന് പട്ടം കിട്ടി. അധികം താമസിയാതെ അച്ഛൻ്റെ മടിയിൽ കിടന്ന് അമ്മ മരിക്കുകയുണ്ടായി. ആയിരത്തി 1954 മാർച്ച് മാസം 19-ാം തീയതി താൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കി. 2006 ഏപ്രിൽ 4-ാം തീയതി നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പോയി അഭിമന്യ പിതാവിൻ്റെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഈ കത്തീഡ്രൽ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിതാവിൻ്റെ ഈ കബറിടത്തിങ്കൽ ധാരാളം ആൾക്കാർ വന്ന് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ഒത്തിരി അപേക്ഷകൾക്ക് പിതാവ് മറുപടി നൽകുകയും ഒത്തിരി രോഗശാന്തി നൽകുകയും ചെയ്തിരിക്കുന്നു. ഒത്തിരി ആൾക്കാർ പിതാവിൻ്റെ അടുക്കൽ വന്ന് ആശ്വാസത്തിനായിട്ട് പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥനകൾ യാചിക്കുകയും ഒത്തിരി അനുഗ്രഹങ്ങൾ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദേവാലയം പണിത അവസരത്തിലാണ് ഇവിടെ തന്നെ 4 കല്ലറകൾ ഇതിൻ്റെ അകത്ത് പിതാവ് തന്നെ നിർമ്മിക്കുകയുണ്ടായി. ആ കല്ലറയിൽ ഒന്നിലാണ് പിതാവിനെ അടക്കം ചെയ്തിരിക്കുന്നത്. പിതാവിൻ്റെ ആ പൂജ ശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്ന ഈ കല്ലറയിൽ ധാരാളം ആൾക്കാർ വന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നു.